ജഡ്കാ, എന്റെ വലിയേട്ടാ, ഇതെന്തായി ചെയ്യുന്നത്? കണ്ണ് കണ്ടൂടെ, ഞാനിവിടെ വെള്ളം ഒഴിക്കുവല്ലേ. ആരെ കാണാൻ വന്നതാ? നിങ്ങളെ കാണാൻ വന്നതാ, അല്ലാതെ പിന്നെ വേറെ ആരെ കാണാനാ വരിക? എന്നെയോ? എന്തിനു? ഞാനേ 20 മിനിറ്റ് മുമ്പ് ഉണ്ടായിട്ടേ ഉള്ളൂ. അവന് 20 മിനിറ്റ് മുമ്പ് ഉണ്ടായവരാ. നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഡോക്ടർ ജഡ്ക അകത്തുണ്ട്. വരൂ മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഡോക്ടർ ജഡ്ക, ഇവിടെ എന്തൊക്കെ മായാജാലങ്ങളാ നടക്കുന്നേ? ഇതൊക്കെ എന്റെ ക്ലോണുകളാ പത്ലു. ഇന്നത്തെ കാലത്ത് ആർക്കാ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ സമയമുള്ളത്? അതുകൊണ്ടാ ഞാൻ എന്റെ ക്ലോണുകളെ ഉണ്ടാക്കിയത്. ജോലി മുഴുവൻ അവര് ചെയ്തോളൂല്ലോ. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ട, എന്റെ ചങ്ക, എന്നെ ഒന്ന് സഹായിക്കേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഒന്ന് റിപ്പയർ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളുടെ ഇതുപോലത്തെ ക്ലോൺ ഉണ്ടാക്കി തരുവോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി മോട്ടു. നീ ആ ടേബിളിൽ കയറി കിടക്ക്. മോട്ടു, ഒരു പ്രാവശ്യം കൂടി നന്നായി ആലോചിക്കേ. ഡോക്ടർ ജഡ്ക ഉണ്ടാക്കിയതൊന്നും ഇതുവരെ നേരവണ്ണം പോലെ പ്രവർത്തിച്ചിട്ടില്ല. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി. ഒരു മോട്ടു തന്നെ നമുക്ക് വലിയ തലവേദനയാണ്. അപ്പൊ പിന്നെ 3-4 മോട്ടുകൾ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ല കസീട്ടാറാമേ, മോട്ടുവിന്റെ ചങ്ക് അവനെ സഹായിക്കേണ്ടത് എന്റെ കടമയാ. ഇത് കൊണ്ടുപോയിക്കോ മോട്ടു. വലിയേട്ടാ, ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടി എന്റെ ഫോട്ടോ അല്ലല്ലോ ചോദിച്ചത്, ക്ലോൺ അല്ലേ ചോദിച്ചത്. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, വീട്ടിൽ ചെന്ന് ഇതില് വെള്ളത്തിന്റെ 2-3 തുള്ളി ഒഴിച്ചാ മതി. പിന്നീട് ഇത് ക്ലോണുകളായി മാറും. താങ്ക് യു എന്റെ വലിയേട്ടാ, താങ്ക് യു വെരി മച്ച്. നിന്റെ സ്വപ്നം കാണലൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. നിനക്ക് എങ്ങനെ അറിയാം ഞാൻ സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു? ഞാൻ നിന്നോടൊപ്പം കൂട്ടുകൂടിയിട്ട് എനിക്ക് 20 വർഷത്തെ അനുഭവമുണ്ട്. എന്റെ പത്തിലോ വേഗം കടലാസ് പിടിക്ക്. അല്ല, എന്റെ മാത്രം ക്ലോൺ അല്ലേ ഉണ്ടാക്കിയത്? പിന്നെ ഇത് എവിടുന്നാ ഇപ്പോ ഈ പത്ലുവിന്റെ ക്ലോൺ വന്നത്? പത്ലു, നീ എവിടെയാ? കണ്ടില്ലേ, ആരോ നിന്റെ പിക്ചർ റോഡിൽ വരച്ചു വെച്ചിരിക്കുന്നു. ഇത് പെയിന്റ് അല്ല, ഞാനാണ്. നീ ഇതെന്തിനാ പത്ലു റോഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടന്ന്? നിന്റെ പേപ്പറിനെ രക്ഷിക്കാൻ പോയി ഞാനിപ്പ പേപ്പർ പോലെ ആയില്ലേ. വാ, പേപ്പർ തപ്പി നോക്കാം. നിങ്ങളുടെ പുറകിൽ ഒരു പേപ്പർ ഒട്ടിക്കിടപ്പുണ്ട്, അത് ഞങ്ങൾക്ക് വേണം. വേഗം പിടിക്ക്. ഹലോ കുട്ടാ, ചക്കരേ, മുത്തേ, പാലേ, ഇതിലേതെങ്കിലും ഒന്ന് ആവണം എന്റെ പൊന്നെ. പ്ലീസ് ആ കടലാസിക്ക് താടാ, പ്ലീസ്. അത് വിടുമോനെ. ക്ലോൺ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും പ്രശ്നങ്ങളാ. ഇനിയിപ്പോ ക്ലോൺ ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് അപ്പൊ അവസ്ഥ? നീ എന്തായി കാണിക്കുന്നേ? അതിൽ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്നല്ലേ ഡോക്ടർ ജഡ്ക പറഞ്ഞത്? യോ, നിനക്കിത് ആദ്യം പറഞ്ഞൂടായിരുന്നോ? പൊളിച്ചേ.
ദുഃഖഭാരങ്ങൾ അങ്ങനെ പോയല്ലോ പത്തലു. ഇനി സുഖമല്ലയോ പത്തലു? ഇത് പൊളിച്ചടാ. ബല്ലേ ബല്ലേ, ബല്ലേ ബല്ലേ. ഇങ്ങനെ നിന്ന് നൃത്തം ചവിട്ടാതെ വല്ല ജോലിയും ചെയ്തുകൂടെ? ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. വേഗം ചെന്ന് ചായ ഉണ്ടാക്കി അതിന്റെ കൂടെ കുറെ സമൂസയും എടുത്തോണ്ട് വാ. എന്നിട്ട് ജോലി തുടങ്ങാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ ജഡ്ക ഉണ്ടാക്കുന്നതൊന്നും പ്രവർത്തിക്കില്ലാന്ന്. ഇപ്പൊ നിന്നോട് തന്നെ ആജ്ഞാപിക്കാൻ തുടങ്ങി. അയ്യേ, ഇതെന്തായി പറയുന്നേ? ജോലികളൊക്കെ നിങ്ങൾ ചെയ്യും, ഞങ്ങൾ ഇരുന്ന് വിശ്രമിക്കും. ആദ്യം ഞങ്ങൾ ഒരു ട്രക്കിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ഞങ്ങളെ ഒരു പെണ്ണിനെ കൊണ്ട് തൊഴിപ്പിച്ചു. മാത്രമല്ല ഒരു പട്ടിയെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ നിനക്ക് ജോലി ചെയ്തു തരണോ? ഇനി ജോലി മുഴുവനും നിങ്ങൾ രണ്ടുപേരും ചെയ്യും. ഞങ്ങൾ 3 പേരും വിശ്രമിക്കും. ഞങ്ങൾ ആർക്കു വേണ്ടി ജോലി ചെയ്യില്ല. ഇന്നത്തെ ജോലികളൊക്കെ തീർന്നു. പോയിട്ട് നാളെ വന്നാ മതി. വന്നില്ലെങ്കിൽ ഇടിച്ച് എല്ലൊടിക്കും. നഗറിലുള്ള മുഴുവൻ പേരും നമ്മുടെ കൂട്ടുകാരാ. നോക്കിക്കോ, ഇതിന് ഞങ്ങൾ പകരം വീട്ടാതിരിക്കില്ല. ഒരു മിനിറ്റ്, ഐഡിയ. സമൂസ സമൂസ. ചേട്ടാ, പെട്ടെന്ന് നല്ല ചൂടുള്ള സമൂസകൾ നോക്കട്ടെ. ആദ്യം തരാനുള്ള പറ്റ് തന്നു തീർക്ക്, എന്നിട്ട് ആലോചിക്കാം സമോസ. ഇന്നെല്ലാ കണക്കുകളും തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്റെ വയറൊന്ന് നിറച്ചോട്ടെ, അത് കഴിഞ്ഞ് തരാം. എല്ലാ പറ്റും തീർത്തു തരാമെന്നോ? എങ്കിൽ തിന്നോ, എന്റെ വയറ് നിറച്ചു തിന്നോ. പായൻ അതും തിന്ന് തീർത്തോ? എത്ര കാലമായിട്ട് വിശന്നിരിക്കുവാടേ? ഇനി പറ, കണക്ക് എത്രയായി? ചായക്കട ചേട്ടാ, വേഗം കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ലാത്ത വിശപ്പ്. കടയിലുണ്ടായിരുന്നത് മുഴുവൻ തിന്ന് തീർത്തില്ലേ? ഇനി എന്താ ടേബിളും ചെയറും തിന്നുവോ? ഇതെന്താ വയറാണോ അതോ കിണറോ? വേഗം 1000 രൂപ ഇങ്ങോട്ട് എടുത്തോ. അല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. കഴിഞ്ഞ അരമണിക്കൂറായിരുന്നിട്ട് കഴിക്കല്ലായിരുന്നോടെ. കളിക്കാതെ 1000 രൂപ ഇങ്ങോട്ട് എടുക്ക്. ഓ, ഇപ്പൊ മനസ്സിലായി. എന്റെ ചേട്ടാ, അത് മോട്ടുവിന്റെ അപരന്മാരാണ്. അവരാണ് ഇപ്പൊ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയത്. അവര് 3 പേരുണ്ടായിരുന്നില്ലേ? എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. മര്യാദക്ക് എന്റെ പൈസ തന്നേച്ചുമ്പോ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ശരിയാക്കും രണ്ടിനെ. സുഹൃത്തെ, ഡോക്ടർ ജഡ്കയെ വിളിക്ക് വേഗം. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ തന്നെയാ ഡോക്ടർ ജഡ്ക. നിങ്ങൾ എന്തിനാ ഇപ്പൊ ജോലി ചെയ്യുന്നേ? നിന്റെ ക്ലോണുകൾ എന്റെ ക്ലോണുകളെ കൂടി വഴിതെറ്റിച്ചു. അങ്ങോട്ട് നോക്ക്, അവരവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. മോട്ടു, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഇവിടെ എല്ലാം തലതിരിഞ്ഞാ നടക്കുന്നത്. എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ പറ. ഐഡിയ. എന്റെ ഡോക്ടർ ജഡ്ക, നിങ്ങളല്ലേ ഇവന്മാരെ ഉണ്ടാക്കിയത്. അപ്പൊ ഇവന്മാരെ ഇല്ലാതാക്കാനുള്ള വഴിയും നിങ്ങളുടെ അടുത്ത് തന്നെ കാണില്ലേ? അതിന്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചാൽ അത് പേപ്പറിനെ പോലെ അലിഞ്ഞില്ലാതായിക്കൊള്ളും. എന്നാ അതുങ്ങളെ മേത്ത് വെള്ളം ഒഴിച്ചിട്ട് വരാം. അവന്മാര് വീട്ടിലുള്ള ഓരോ തുള്ളി വെള്ളവും തീർത്തു കഴിഞ്ഞു. ഞാൻ ഇപ്പൊ പോയി വെള്ളം കൊണ്ടുവരാം.
ഇപ്പൊ ആയിരക്കണക്കിന് ക്ലോൺസ് ഉണ്ടാവാൻ പോവാ. രക്ഷപ്പെട്ടോ. എന്റെ മോട്ടോ നീ എന്തായി ചെയ്തത്?